7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ നമുക്ക് പരിചയപ്പെടാം. അവൻ 7ാം ക്ലാസ്സിൽ എത്തിയിട്ടും വിചാരിച്ചത്ര മാർക്ക് ലഭിക്കുന്നില്ല എന്ന പരാതിയാണ് രക്ഷിതാവിന് ഉള്ളത്. ഈ പരാതി തുടങ്ങിയിട്ട് അവൻ്റെ ക്ലാസ് തുടങ്ങിയ അന്ന് മുതൽ ഉള്ള പരാതിയാണ്. അതായത് അവൻ്റെ സ്കൂൾ അക്കാദമിക് തുടങ്ങിയ കാലഘട്ടം മുതൽ 1ാം ക്ലാസ് മുതൽ തന്നെ ഇവൻ്റെ മാർക്ക് ലോ ആയിട്ടാണ് കാണുന്നത്. 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും എത്തുമ്പോൾ മാർക്ക് കിട്ടും, അല്ലെങ്കിൽ ഉയർന്ന മാർക്ക് നേടാൻ കഴിയും എന്ന പ്രതീക്ഷയിൽ വീണ്ടും അവന് പ്രചോദനം കൊടുത്തുകൊണ്ട് കുട്ടിയെ വളർത്തിക്കൊണ്ടുവന്നു. പക്ഷേ 7ാം ക്ലാസ് വരെ കാത്തിരുന്നിട്ടും വേണ്ടത്ര മാർക്ക് അവന് ലഭിക്കാതിരുന്നപ്പോൾ രക്ഷിതാക്കൾ വിലയിരുത്തി കുട്ടിക്ക് തകരാറുണ്ട് എന്ന്. കാരണം അയൽവാസികളും മറ്റുള്ളവരും പറയുന്നത് ഇങ്ങനെയൊക്കെ മാർക്ക് കുറയുകയാണെങ്കിൽ കുട്ടിക്ക് ബുദ്ധിപരമായിട്ടുണ്ടെങ്കിൽ തകരാറുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവനെ ബുദ്ധി കുറവുള്ളവനായിട്ട് വിലയിരുത്തുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ ഒരു കുട്ടിയുടെ അക്കാദമിക്കലായിട്ടുള്ള പരീക്ഷയുടെ പേപ്പറിൽ മാർക്ക് നോക്കിയിട്ട് ബുദ്ധിയെ അളക്കുക എന്നത് ഒരിക്കലും ശരിയല്ല. കാരണം ഏറ്റവും ടോപ്പായ ബുദ്ധിയുള്ള കുട്ടികൾക്ക് പോലും ഒരക്ഷരവും വായിക്കാനും എഴുതാനും കിട്ടാത്ത പ്രയാസപ്പെടുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. ഉദാഹരണത്തിന് എ എന്ന് പറയുന്ന കുട്ടിക്ക് 100ൽ 100 മാർക്ക് ലഭിക്കുന്നു, ബി എന്ന് പറയുന്ന കുട്ടിക്ക് 100ൽ 80 മാർക്ക് ലഭിക്കുന്നു, സി എന്ന് പറയുന്ന കുട്ടിക്ക് 100ൽ 2 മാർക്കാണ് ലഭിക്കുന്നത്. എങ്കിൽ പഴയ കാലങ്ങളിൽ നമ്മളുടെ കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ ചില അധ്യാപകരുടെ ഭാഗത്തു നിന്ന് വരുന്ന കാഴ്ചപ്പാടുകൾ പരിശോധിച്ചാൽ ഇത്തരം കുട്ടികൾ, രക്ഷിതാക്കളും അധ്യാപകരും ഇത്തരം കുട്ടികളെ അവൻ പഠിക്കാത്ത കുട്ടിയാണ്, അവൻ്റെ തലയിൽ ഒന്നും കയറില്ല, അവന് തലക്ക് എന്തോ ചെറിയ തകരാറുണ്ട് എന്ന നിലക്ക് മാറ്റി നിർത്താറുണ്ട്. യഥാർത്ഥത്തിൽ ഏറ്റവും ബുദ്ധിയുള്ള കുട്ടിയായിട്ട്, ബുദ്ധിപരമായിട്ട് തന്നെ, മറ്റ് സ്കില്ലുകളോ കാര്യങ്ങളോ ഒന്നും നോക്കണ്ട, ബുദ്ധി കൊണ്ട് തന്നെ ഏറ്റവും മിടുക്കനായ രീതിയിൽ ഈ 2 മാർക്കുകാരനെ നമുക്ക് കണ്ടെത്താൻ കഴിയും. എല്ലാ 2 മാർക്കും ബുദ്ധിയുണ്ട് എന്നതല്ല, പക്ഷേ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ബുദ്ധിയെ ഒരിക്കലും വിലയിരുത്താൻ പാടില്ല. എന്നാൽ എന്തായിരിക്കും ഈ കുട്ടിയുടെ പ്രശ്നം? അത് പഠനപരമായിട്ട് ബുദ്ധിമുട്ട് നേരിടുന്ന വിഷയത്തിൽ ബുദ്ധിയുള്ളവരിലും അത് കാണാറുണ്ട്. അതായത് പഠനത്തിൻ്റെ ഏരിയ മറ്റൊരു ഏരിയയാണ്. നമ്മൾ ചിത്രം വരക്കുന്നത് തലച്ചോറിൻ്റെ ഭാഗങ്ങളിൽ ചില ഭാഗങ്ങളുടെ പ്രത്യേകതയാണെങ്കിൽ നമ്മൾ കാണുന്നത് ഓർമ്മിച്ചു വെക്കുന്നത് അത് ബ്രെയിനിൻ്റെ മറ്റൊരു ഏരിയ ആണെങ്കിൽ, നമ്മൾ പാട്ടുപാടുന്നത് ബ്രെയിനിൻ്റെ ചില ഭാഗങ്ങളാണ് എങ്കിൽ, എഴുതുന്നതിനും വായിക്കുന്നതിനുമെല്ലാം തലച്ചോറിന് പ്രത്യേകമായ ഏരിയകളുണ്ട്. തുടർന്നുള്ള എപ്പിസോഡുകൾ ആ ഏരിയകളെല്ലാം വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ എല്ലാ കുട്ടികൾക്കും ഇത്തരം ഏരിയകൾ ചിലപ്പോൾ വർക്ക് ചെയ്യണം എന്നില്ല, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടേക്കാം. അതുകൊണ്ട് തന്നെ അവന് ബുദ്ധിയില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഉദാഹരണത്തിന്, നമുക്ക് ചിത്രം വരക്കാൻ കഴിയണമെന്നില്ല, ചിലപ്പോൾ പാട്ട് പാടാൻ കഴിയണമെന്നില്ല, ചിലപ്പോൾ മറ്റുള്ളവർ ചെയ്യുന്ന ഏതെങ്കിലും ആക്ടിവിറ്റികൾ ചെയ്യാൻ കഴിയണമെന്നില്ല. അതിൻ്റെ അർത്ഥം നമുക്ക് ബുദ്ധിയില്ല എന്നാണോ? അല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ വീടുകളിലുള്ള കുഞ്ഞുങ്ങൾ, ആ കുഞ്ഞുങ്ങളിൽ വളരെ ലോ ആയിട്ടുള്ള മാർക്കാണ് സ്ഥിരമായിട്ട് തുടങ്ങിയ കാലം മുതൽ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്കിൽ ആ കുട്ടിയെ പഠനവിധേയമാക്കുക എന്നതാണ് ആദ്യം വേണ്ടത്. എന്നിട്ട് അവന് പഠനപരമായിട്ടുള്ള ഏതു തരത്തിലുള്ള പ്രയാസമാണ് നേരിടുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവൻ്റെ ബുദ്ധിയെയും ബുദ്ധിയില്ലായ്മയൊക്കെ കാണിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ, നിങ്ങളുടെ കുട്ടിക്ക് മാർക്ക് കുറഞ്ഞു എന്നതിൻ്റെ പേരിൽ അവൻ മണ്ടനാണ് എന്നോ പൊട്ടനാണ് എന്നോ ബുദ്ധിയില്ലാത്തവനാണോ എന്നോ വിലയിരുത്തുന്ന രീതി ഒരിക്കലും ശരിയല്ല. ആ കുട്ടിയുടെ ആ രീതിയിലുള്ള വിലയിരുത്തൽ പിന്നീട് അവൻ്റെ മാനസികപരമായി തകരാറാക്കുകയും നിങ്ങളുടെ ഈ ഒരു കമൻറ്റ് മുഖേന അല്ലെങ്കിൽ ഈ ഒരു ഇടപെടൽ മുഖേന അവൻ മണ്ടനായിത്തീരും എന്നതല്ലാതെ മറ്റൊരു കാര്യം ഉണ്ടായിത്തീരുകയും ഇല്ല. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്താതെ അവൻ്റെ മറ്റു പെർഫോമൻസുകളുടെ അടിസ്ഥാനത്തിൽ അവൻ്റെ കഴിവുകളെ വളർത്തിയെടുത്ത് പഠനപരമായി ഏത് പ്രയാസത്തിലാണോ അവനുള്ളത് അതിനെ കണ്ടെത്തി പരിഹാരം കൊടുക്കുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പഠന മേഖലയിലും അവൻ മെച്ചപ്പെടും, മാർക്ക് കൂടുന്നതായി കാണാൻ കഴിയും. അത്തരത്തിലുള്ളൊരു ചിന്ത നിങ്ങളിൽ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി.